രാവിലത്തെ തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സ്കൂളിലും ഓഫീസിലേക്കൊക്കെ പോയതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്നത് ഫുള്ള് നമ്മുടെ ലിവിങ് റൂം ഒന്ന് ക്ലീൻ ആക്കിയിടുക എന്നുള്ളതാണ്. ഡൈനിങ് ടേബിളും എല്ലാം ചെയ്ത് വൃത്തിയാക്കിയിടും. അതിന് ശേഷം നമുക്ക് ഒരു ചെറിയ മീ ടൈം എടുക്കണമല്ലോ, അതായത് കുറച്ച് നേരം ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കണം. അപ്പം അതിന് പറ്റിയ ഒരു സ്പോട്ടാണ് ഈ ഒരു അക്വേറിയത്തിൻ്റെ മുമ്പിൽ ഉള്ള ഒരു സ്ഥലം. അവിടെ ഇരുന്ന് നമ്മൾ ഈ മീനിനെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ രാവിലെ ചെയ്തിട്ടുള്ള ആ ഒരു ഹെക്ടിക്കായിട്ടുള്ള ജോലികളൊക്കെ ഒന്ന് മറന്ന് നമുക്കൊരു റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഒറ്റക്കുട്ടിയായിട്ട് വളർന്ന ആൾക്കാർക്ക് ഈ മീ ടൈമിൻ്റെ വാല്യൂ കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാവുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ സംഭവം കണ്ടില്ലേ? ഇപ്പം ഇതിന് മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും, ഇവിടെ ഈ സംഭവം അല്ലായിരുന്നല്ലോ, വേറൊരു ഉണ്ട പോലത്തെ ഒരു സാധനമായിരുന്നു. അതായത് ഒരു ഓട്ടോമാൻ സ്റ്റൂൾ പോലത്തെ സാധനമായിരുന്നു. ഇത് പെട്ടെന്ന് എങ്ങനെ മാറിയേ എന്ന് വിചാരിച്ചാൽ ഞാൻ വേറെ ഒന്നുമല്ല ഇതിപ്പോൾ പറയാൻ കാരണം ആമസോണ് എന്നെ പറ്റിച്ചു, അപ്പോൾ ആമസോണിനെ ദൈവം പറ്റിച്ചു. ആ ഒരു കഥയാണ് ഞാൻ പറയാൻ പോണേ. ഞാൻ ചെറിയൊരു സ്റ്റൂൾ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അതായത് റൂമിൽ ഞങ്ങളുടെ സൈഡ് ടേബിളൊന്നും ഇടാനുള്ള സ്ഥലമൊന്നും ഇല്ലല്ലോ, അവിടെ നിന്ന് തിരിയാൻ തന്നെ സ്ഥലമില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു സ്റ്റൂള്, അതായത് നമുക്ക് ഇരിക്കലും നടക്കണം, അറ്റ്ലീസ്റ്റ് ഒരു ഫോണൊക്കെ വെക്കാനുള്ള ഒരു പാകത്തിന് ഒരു ചെറിയൊരു സ്റ്റൂൾ വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ കുറേ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു കളറ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നമ്മുടെ ടെഡ്ഡി ബെയറിൻ്റെ കളറാണ്. അപ്പോൾ ഈ കളർ ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുഷ്യൻഡും ആണ്, അങ്ങനെ വെയിറ്റും ഇല്ല എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അളവൊക്കെ എടുത്തപ്പോൾ ഞാൻ എന്താ അബദ്ധത്തിൽ ഈ അളവാണ് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചത്. ഈ വലിയ അളവ് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നിട്ട് ഞാൻ ഓർഡർ ചെയ്തു, പേയ്മെൻ്റൊക്കെ ചെയ്തു. അങ്ങനെ പേയ്മെൻ്റൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, ഇത് വരുന്ന കാണാനില്ല. മെയ് 22 നടന്ന സംഭവം കേട്ടോ. മെയ് 22 എന്ന് പറയുമ്പോൾ അമ്മ അച്ഛനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇത് ജൂൺ 1-ാം തീയതി 2-ാം തീയതി ഒരു ഡെലിവറി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്നും കണ്ടില്ല. പിന്നെ പെട്ടെന്ന് മെസ്സേജ് വന്നു ജൂൺ 9-ാം തീയതി വരുള്ളൂ എന്ന്. ശരി, നമുക്കിപ്പോൾ ധൃതിയൊന്നും ഇല്ലല്ലോ, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ജൂൺ 9 വരെ വെയിറ്റ് ചെയ്തിട്ടും സംഭവം വരുന്നില്ല. അപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്ന ഇടയിൽ ഞാൻ ചാറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർ ഇതിൽ അസോസിയേറ്റ്. അങ്ങനെ ചാറ്റൊക്കെ ചെയ്തപ്പോൾ അവർ വരും എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു, ഓക്കെ എന്ന് പറഞ്ഞു. ജൂൺ 9-നും വരണ കാണാനില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ചാറ്റിൽ പറഞ്ഞു എനിക്ക് റീഫണ്ട് മതി, എനിക്ക് സാധനം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ശരി, എന്നിട്ട് നിങ്ങൾ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തതല്ലേ, 22 പറയുമ്പോൾ ഒരു 20 ദിവസത്തോളം ആയി ഓൾറെഡി. ജൂൺ 10 ആയപ്പോഴേക്കും 20 ദിവസമായില്ലോ, 22-ാം തീയതി എന്ന് പറയുമ്പോൾ 20 ദിവസത്തോളം ആയി. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിൽ ആ ഒരു ആഗ്രഹവും പോയി. അപ്പം ഞാൻ ശരി എനിക്ക് റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ് രാത്രി ആണ് ചാറ്റ് ചെയ്തത്. ഒരു 10-ാം തീയതി രാത്രി 9-ാം തീയതി രാത്രിയാണ് ചാറ്റ് ചെയ്തു. യെസ്. എന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഡേ രാവിലെ ഉണ്ട് ഡെലിവറി ചെയ്തു. എന്തോ ഇത് കൊണ്ടുവരണതിൻ്റെ തൊട്ട് മുമ്പ്, അതായത് രാത്രി ഞാൻ ചാറ്റ് ചെയ്തു റീഫണ്ട് തരാമെന്ന് പറഞ്ഞാലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താണെന്നറിയില്ല, നെക്സ്റ്റ് ഡേ ഇത് തന്നെ അപ്പം തന്നെ എനിക്ക് റീഫണ്ടായി. അതായത് രാവിലെ എനിക്കപ്പോൾ തന്നെ റീഫണ്ട് കണ്ടു, ഇത്രയും പൈസ വന്നു എന്നുള്ളത്. ഞാനത് സ്റ്റേറ്റ്മെൻറ്റിലും ചെക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഓക്കെ, സമാധാനം. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും നല്ലത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുക. അപ്പോൾ ഇത് ഡെലിവറി ചെയ്തേക്കണു, ഇത് കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. ആളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അതിൽ പെയ്ഡ് എന്നാണ് കാണിക്കണേ. അപ്പോൾ ആൾക്ക് പ്രത്യേകിച്ച് ഓപ്ഷനില്ല, എനിക്ക് തരുകയും ചെയ്തു. അപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, എന്താ കാര്യം എന്നറിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. ചിലപ്പോൾ ഇതായിരിക്കും റിട്ടേൺ എങ്ങാണോ ആണെങ്കിലോ നമ്മൾ തിരിച്ചിനി ഇത് വിളിച്ചു വരുത്തണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ ഇതുവരെ ഡെലിവർ ആയിട്ടില്ല എന്നാണ് കാണിക്കണേ. അതായത് റീഫണ്ട് തന്ന ഒരു വിവരവും ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഞാനൊരു 10-20 ദിവസം ഡെയിലി ചെക്ക് ചെയ്തിരുന്നിട്ട് അവസാനം ഡെലിവർ ആയപ്പോൾ അവർക്ക് കാശ് വേണ്ട അത്രേ. ഞാൻ വിചാരിച്ചു എന്തിനാ നമ്മൾ വെറുതെ കളയണേ. അതൊരു ഗ്രീഡിനെസ് അല്ല. ഞാനിപ്പോൾ റിട്ടേണും എനിക്ക് ഓപ്ഷൻ ഇല്ല. ഇപ്പം ഞാൻ ആ കൊണ്ടുവന്ന ചേട്ടനോട് പറഞ്ഞാൽ ആ ചേട്ടൻ പറയും നിങ്ങൾ പിന്നെ എന്താ ചെയ്തോളാൻ പറയും. അപ്പോൾ ഞാൻ ശരി റിട്ടേൺ ഓപ്ഷൻ വരുമല്ലോ, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ നോക്കിയപ്പം ഈ നിമിഷം വരെ ആ റിട്ടേൺ ഓപ്ഷൻ വന്നിട്ടില്ല. ഈ സംഭവം ഇതുവരെ ഡെലിവർ ആയിട്ടില്ല എന്നാണ് കാണിക്കണേ. വേറെ ഒരു അറിയിപ്പ് നമുക്കിതുവരെ വന്നിട്ടുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് കീപ്പ് ചെയ്യാം. ഇവിടെ ഇടുകയാണെങ്കിൽ കറക്റ്റ് ഒരു പൊസിഷൻ, അതായത് ഇവിടെ ഇരിക്കണേക്കാട്ടി ഒരു കംഫർട്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം. പിന്നെ മീനിനെ കാണാം,
മീനിന് ഫുഡ് കൊടുക്കാം, അങ്ങനെയുള്ള ചില ഐറ്റംസ് നടക്കും. പിന്നെ എനിക്ക് അപ്പോഴാണ് എനിക്ക് ഓടിയതൊരു കാര്യം, ഇവിടെ ഉണ്ടായിരുന്ന ഓട്ടോമാനില്ലേ അത് ഞാൻ എൻ്റെ റൂമിൻ്റെ സൈഡിൽ കൊണ്ടിട്ടു. അതായത് നമുക്ക് ഫോൺ വെക്കാനും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒന്ന് രാത്രി വെക്കാൻ, വെള്ളവും അങ്ങനത്തെ ഒന്നും വെക്കാൻ പറ്റില്ല, എന്നാലും ഓക്കെ ഫോൺ ആണ് നമ്മുടെ ഇത്. കാരണം നമുക്ക് അലാം അടിക്കുമ്പോൾ അതൊന്ന് ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ സമയമൊക്കെ ഇടയ്ക്ക് നോക്കണമെങ്കിൽ നമുക്ക് നല്ല യൂസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അവിടെ ഇട്ടിട്ട് അതെടുത്തിട്ട് ഇവിടെ ഇട്ടു. ഇപ്പോൾ ആ പ്രോബ്ലമേ എനിക്ക് സോർട്ടായിട്ടോ. ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ പറയാം. നമുക്കപ്പോൾ ഓട്ടോമാനെ പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം അല്ലേ. അത് നമ്മൾ ഈ ബെഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാട്ടോ ഞാൻ ഇട്ടിരിക്കണേ, എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോണൊക്കെ ഒന്ന് രാത്രി വയ്ക്കാൻ. പക്ഷേ എനിക്കിത് എസ്തെറ്റിക്കലി ഇഷ്ടമായിട്ടില്ല. അതൊരു കോർണർ ഒരു സ്പേസ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒരു സ്ക്വയർ ടൈപ്പുള്ള ഒരു സ്റ്റൂളായിരുന്നു ശരിക്കും മാച്ച് ആവുക. ആക്ച്വലി ആ ബെഡിൻ്റെ അത്രയും ഹൈറ്റെങ്കിലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് ആ ഒരു ആമസോണിൽ നിന്ന് വാങ്ങിച്ച സംഭവം അവിടെ അതിൻ്റെ ഒരു ലെങ്ത്ത് കുറച്ച് കുറവായിരുന്നെങ്കിൽ ബെസ്റ്റായിരുന്നു. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എനിക്ക് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബെഡ്ഷീറ്റുകളാട്ടോ. കാരണം ഇവിടെ നമ്മൾ ഷോപ്പിൽ പോയി ഹോം സെൻറ്ററിലോ എവിടെ നോക്കിയാലും ഇത്രയും വിലക്കുറവിൽ ഫിറ്റഡ് ഷീറ്റ്സ് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. ഇപ്പോൾ ഈ ഒരു പുതിയത് ഞാൻ വാങ്ങിച്ചതും അങ്ങനെയാണ്. ഒരു 399 റുപ്പീസിനൊക്കെയാണ് നമുക്ക് ഫിറ്റഡ് ആയിട്ടുള്ള ഡബിൾ ബെഡ്ഷീറ്റ്സ് ഒക്കെ കിട്ടുക. അതിപ്പോൾ പുതിയ അറിവല്ല, എന്നാലും ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പോൾ കുട്ടികളുടെ ആണെങ്കിലും അതെ, ഞാൻ പണ്ട് തൊട്ടേ അവർക്ക് സിംഗിൾ കോട്ടായതുകൊണ്ട് രണ്ടും അവരുടെ ബെഡ്ഷീറ്റുകളെല്ലാം ഞാൻ ഓൺലൈനിൽ തന്നെ വാങ്ങാറ്. പുറത്തുനിന്ന് ഞാൻ ബെഡ്ഷീറ്റേ ഇപ്പോൾ വാങ്ങാറില്ല. കുഷ്യൻ കവറും ഒക്കെ നല്ല പുതിയ പുതിയ മോഡലിൽ കിട്ടുമെന്ന് വെച്ചാലും ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ട് വെച്ചിട്ടുള്ള എൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി മാറി യൂസ് ചെയ്യണമാണ് പതിവ്. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുഷ്യൻ കവേഴ്സ് ഒന്നും വാങ്ങാറില്ല. സിബൊക്കെ പോയി അങ്ങനെയൊക്കെ വെച്ചാൽ മാത്രമേ ഞാൻ പുതിയത് വാങ്ങാറുള്ളൂ. കർട്ടനും അങ്ങനെ തന്നെ. നമ്മളുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് കുട്ടികളുടെ റൂം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. സ്കൂൾ തുറന്നതിന് ശേഷം ഞാൻ ഇതുവരെ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് ഈ റൂമിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഈ ഒരു കോർണറിൽ ഇതുപോലെ നമുക്ക് ഇരിക്കാം കേട്ടോ. ഇരുന്ന് നമുക്ക് ബുക്ക് വായിക്കുകയും അല്ലെങ്കിൽ മൊബൈൽ കുത്തുകയും എന്താണെങ്കിലും ചെയ്യാം. റൂമിൽ നമുക്ക് ബെഡിലിരിക്കണേക്കാട്ടി ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്പോട്ടുകൾ ഉള്ളതാണ് ഇരിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ചെയറിലിരുന്നിട്ട് എഴുതാം, ഇനിയിപ്പോൾ പുതിയ ഈ ഒരു സ്ഥലത്തിരിക്കാം. പിന്നെ എനിക്കൊരു ബെഞ്ചും ഉണ്ടല്ലോ, അവിടെയും ഇരുന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എവരി ഡേ ഞാൻ ഹോള് ഇവർ പോയ ഉടനെ ക്ലീൻ ചെയ്തിടും. റൂമും ഇതുപോലെ ക്ലീൻ ചെയ്തിടും. അതായത് നമുക്ക് കണ്ണിൽ കാണുന്ന സ്ഥലം അതല്ലേ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒരു ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ക്ലീനിങ് എന്ന് പറയണത് ഇതിൻ്റെ മുകളിലുള്ള കാര്യങ്ങളും പിന്നെ ആ ഷെൽഫിൻ്റെ ഉള്ളിൽ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പം അതുമൊക്കെ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടെ അവർ വെക്കേഷന് വരച്ചതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് ഒരു വൃത്തിയില്ലാണ്ടാണ് വെച്ചേക്കണേ. കാരണം എല്ലാ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി കുത്തി തിരികെ വെച്ച ഒരു ഫീലാണ് ഇപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒക്കെ എടുത്ത് മാറ്റാനുണ്ട്. കിത്തുവാണെങ്കിൽ മിനിറ്റിന് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ക്ലേ വെച്ചിട്ടാണെങ്കിലും പേപ്പർ വെച്ചിട്ടാണെങ്കിലും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഈ ഒരു 2 മാറ്റ് വാങ്ങിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഈ ബാഗ് കൊണ്ടുവന്നിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. നിലത്ത് വെക്കണത് എനിക്ക് തീരെ ഇഷ്ടമല്ല, ബാഗ് നിലത്തിടുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റിൻ്റെ മുകളിലാണെങ്കിൽ നമുക്കതൊരു സേഫ് സ്പേസ് ആയിട്ട് എന്തോ ഒരു ബാരിയർ ഉണ്ടല്ലോ നിലത്തുനിന്ന്. അപ്പോൾ അത് ഞാൻ 2 സൈഡിലും വാങ്ങിച്ചു. ആദ്യം ഞാൻ 2 കൊളുത്ത് പോലെ അവിടെ ഫിറ്റ് ചെയ്യാം, എന്നിട്ട് അവിടെ തൂക്കിയിടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ആ റൂമിൻ്റെ ഭംഗി ഫുള്ള് പോവും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നിലത്ത് വെക്കാൻ ധൈര്യമായിട്ട് വെക്കാമല്ലോ. അപ്പോൾ അതിനാണ് ഞാൻ അത് വാങ്ങിച്ചു വെച്ചത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഫുള്ള് അലങ്കോലാണ്. ഈ ഒരു സൈഡ് നിത്തുവിൻ്റെയും ഈ ഒരു സൈഡ് കിത്തുവിൻ്റെയും അങ്ങനെയാണ് നമ്മൾ കുറച്ച് വിഭജിച്ച് കൊടുത്തേക്കണേ. അപ്പോൾ അതും ഫുള്ള് സാധനങ്ങൾ വെച്ചിട്ട് ആകെ അലങ്കോലാക്കി വെച്ചേക്കുക. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത് ഫുള്ളെടുത്ത് പുറത്തിട്ടിട്ട് ആദ്യം തൊട്ട് എല്ലാം ഒതുക്കണം. ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് ഉള്ളിൽ വെക്കണം.
റീയൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ഈ ഒരു റെഡ് കളർ ബോക്സുകളൊക്കെ നല്ല ക്വാളിറ്റിയാണ്, പക്ഷേ പെയിൻറ്റും ഒക്കെ പോയി നമുക്കത് റീഫർബിഷൊക്കെ ചെയ്യാം. അതായത് നമുക്ക് പിന്നീട് DIY ഒക്കെ ചെയ്ത് അതിനെ നല്ല ഭംഗിയാക്കാം. പക്ഷേ ഇപ്പോൾ അത് അവർക്ക് ബോറടിച്ചതുകൊണ്ട് യൂസ് ചെയ്യണില്ല. അപ്പോൾ നമുക്കതെടുത്ത് ഉള്ളിൽ വെക്കാം. അങ്ങനെ ആവശ്യം ഇപ്പം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് ഉള്ളിൽ വെച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം അതിന് മുമ്പേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെഡ്ഷീറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വൈറ്റ് കളർ തീമാണ് എൻ്റെ റൂമിലും ഈ റൂമിലേക്കും എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞില്ലേ ഒരു 299 റേഞ്ചിൽ ആമസോണിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഫിറ്റിംഗ് ഒക്കെ പക്ക നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. ഈസി ആയിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് വരെ നമുക്ക് ഷീറ്റ് മാറ്റാനൊക്കെ അവർക്ക് എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ ഫ്രീ ആയിട്ടുള്ളതുകൊണ്ടും എനിക്കിത് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടും ഞാൻ ചെയ്യണമെന്ന് മാത്രം. പിന്നെ അവർ വന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഡബിൾ ജോബല്ലേ. അപ്പോൾ അത് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യാം. എനിക്ക് പിന്നെ വീഡിയോ എടുക്കേണ്ട ആവശ്യം കൂടി ഉള്ളതുകൊണ്ട് ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ബെഡാണെങ്കിൽ 4 സൈഡിൽ നിന്ന് ആക്സസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഇതാവുമ്പോൾ സിംഗിൾ ആയതുകൊണ്ട് പിന്നെയും കുറച്ച് എളുപ്പമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ സൈഡിൽ മുട്ടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇടാൻ കുറച്ച് കഷ്ടമായിരിക്കും. പക്ഷേ അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ അത് കിടന്നോളൂ കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ടൊന്നും ശരിയാക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഫിറ്റഡ് ഷീറ്റിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ അത്. പണ്ട് തൊട്ടേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോർമൽ ബെഡ്ഷീറ്റ് തന്നെ ഞാൻ 4 സൈഡും തുന്നലൊക്കെ തുന്നിയിട്ട് ഫിറ്റഡ് ഷീറ്റ് ആക്കാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പണ്ട്. കാരണം അന്ന് നമുക്കിതുപോലെ ഈസിലി അവൈലബിൾ അല്ലായിരുന്നു ഈ ഒരു ഫിറ്റഡ് ഷീറ്റ്. അതൊക്കെ ഇപ്പോൾ ഈയിടെയായിട്ടാണ് നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടി തുടങ്ങിയത് നല്ല രീതിയിൽ. മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ര വിവരം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ പേര് ഫിറ്റഡ് ഷീറ്റാന്ന് പോലും നമുക്കല്ല എനിക്ക് അറിഞ്ഞു തുടങ്ങിയത് ഈ ഒരു അടുത്ത കാലത്തൊക്കെ ആയിട്ടാണ്. പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഈ കുഞ്ഞു റൂമുകളുള്ളവർക്ക് ഒരു ലൈഫ് സേവർ തന്നെയാണ് ഈ ഒരു ടൈപ്പ് ബെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ട്രണ്ടിൽ ബെഡ് എന്നാണ്. അപ്പോൾ ഇത് അവർ ചെറിയ കുട്ടികളാകുമ്പോഴേ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുള്ള ടൈപ്പാണ്. താഴെ വീലൊക്കെ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് പുറത്തേക്ക് എടുക്കുകയും അകത്തേക്ക് ഇടുകയൊക്കെ ചെയ്യാൻ പറ്റും യൂസ് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് റൂമിൽ നല്ലൊരു സ്ഥലം കിട്ടും. ഇതൊരു പാക്കേജ് ആണല്ലോ. മാറ്റുമ്പോൾ നമ്മൾ കർട്ടനും കുഷ്യൻ കവറും എല്ലാം മാറ്റി നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഓക്കെ. ഇനി നമുക്ക് ടേബിളിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ഈ അടുത്ത് കാണിക്കുന്നത് കിത്തു നമ്മുടെ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജ്വല്ലറി ഓർഗനൈസറാണ് കേട്ടോ. ചെറിയ രീതിയിലാണ് ഉണ്ടാക്കിയെങ്കിലും അവളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് നല്ല ക്യൂട്ടാണ്. അപ്പോൾ അവളുടെ ഡെയിലി യൂസിനുള്ള മാലകളും ചെറിയ ചെറിയ കമ്മൽ മോതിരമൊക്കെ ഊരി വെക്കാൻ നല്ല രസത്തിൽ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതേപോലെ കുറേ കാര്യങ്ങൾ അവൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഞാനിത് പ്രഷ്യസ് ആയിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും കേട്ടോ ഓരോരോ കാര്യങ്ങളെ. ഇപ്പം ഇതിൻ്റെ എണ്ണം കൂടി വരുമ്പോൾ നമുക്കിത് വെക്കാൻ സ്ഥലം വേണ്ടേ. അതുകൊണ്ട് ഞാൻ അവളങ്ങനെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെ ആരും കാണാതെ കളയും. അവൾ തന്നെ അറിയില്ല അത് പോയി എന്നുള്ള കാര്യം. അത് നമുക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നമുക്കങ്ങനെ ആവശ്യമില്ലല്ലോ അത്ര അധികം സാധനങ്ങൾ. അതുകൊണ്ട് പിന്നെ അവളുടെ സമ്മതം ചോദിച്ചിട്ടും എടുത്ത് കളയാറുണ്ട്. അടുത്ത ഒരു വലിയ ജോലി എന്ന് പറയുന്നത് ആ ഷെൽഫിൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. വെക്കേഷൻ തന്നെ ഇവർക്ക് ഭയങ്കര കുറവല്ലേ കിട്ടണേ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ വൃത്തിയുടെ പേരിൽ അവരെ അധികം ടോർച്ചർ ചെയ്യാറില്ല. ഇപ്പോൾ എത്ര വൃത്തിയേടാക്കി വെച്ചാലും അവർ വീട്ടിലുണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ. അപ്പോൾ പിന്നെ ഞാൻ എത്ര വൃത്തിയാക്കി വെച്ചാലും വീണ്ടും വൃത്തിയേടാക്കാൻ അവരുണ്ടല്ലോ. സ്കൂൾ തുറന്നാൽ പിന്നെ ഇതിനൊന്നും അവർക്ക് സമയം കിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് സ്കൂൾ തുറന്ന ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതും കിത്തുണ്ടാക്കിയ ഒരു കണ്ടെയ്നറാണ്. പേപ്പർ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഒരു കണ്ടെയ്നർ ഡബ്ബ പോലെ ഉണ്ടാക്കിയേക്കാണ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ. അപ്പം ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഡ്രോയേഴ്സും ഈ തൂക്കിയിട്ടിരിക്കുന്ന സാധനങ്ങൾ ആവശ്യമില്ലാത്തതും ഒക്കെ പഴയ ടൈം ടേബിളുകളും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നിത്തുവിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്തു. പിന്നെ ഈ ഒരു വാൾപേപ്പറാണ് ഞാനിവിടെ, ഈ കടപ്പ സ്റ്റോണാണ് ശരിക്കും ഇവിടുത്തെ ഷെൽഫ്. അപ്പം അത് പണ്ടേ ഒട്ടിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അത് ആകെ വൃത്തികേടായിട്ടോ. പിന്നെ എനിക്ക് വേറെ എൻ്റെ അടുത്ത് ഒരു പേപ്പറുണ്ട്, അതിങ്ങനെ ഒട്ടിക്കണം എന്നിങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു ഞാൻ. പക്ഷേ ഈ ഒരു വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല, സമയമേ ഉണ്ടായിരുന്നില്ല. ഈ ഒരു
ഹാങ്ങിങ് ഷെൽഫില്ലേ, ഇത് ഞാൻ വാങ്ങുമ്പോൾ നല്ല യൂസാണെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ അത് ഉള്ള സ്ഥലവും കൂടി അടയ്ക്കും എന്നുള്ള രീതിയിലായി. കാരണം അതിങ്ങനെ വളയും നന്നായിട്ട്. നമുക്ക് ക്ലോത്തൊക്കെ ഇട്ട് വെക്കാൻ നല്ലതാട്ടോ, തുണികളിങ്ങനെ മടക്കി മടക്കി വെക്കാനൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും. ഇവിടുത്തെ സ്ഥലത്ത് ഞാൻ ബുക്സ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്, കുട്ടികളുടെ ഫയലുകൾ അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ പല ടൈപ്പ് ബുക്കുകൾ. പക്ഷേ അതിനൊന്നും ഇത് യൂസ്ഫുള്ളി അല്ല, അത് വെറും വേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നണേ. എനിക്കിപ്പോൾ ഇനി ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ ഒരു 2 തട്ടടിക്കണം എന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് പരിപാടികൾ നടക്കും അവിടെ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനും ഉണ്ട് എനിക്ക്, ഈ അടുത്ത് തന്നെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിത്തുവിൻ്റെ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട് അടുത്തത് നമുക്ക് കിത്തുവിൻ്റെ സൈഡിലേക്ക് പോവാം. കിത്തുവിൻ്റെ ഈ സൈഡാണെങ്കിൽ കുറച്ച് അലങ്കോലമായിരുന്നു, ഞാനൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം. എന്നിട്ടും കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. പക്ഷേ ഞാൻ അവളോട് ചോദിക്കാണ്ട് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ ചീത്ത പറയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലമൊക്കെ ഒതുക്കി വെച്ചു. എല്ലാം ഈ ഒരു ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സില്ലേ, ആ കുഞ്ഞ് സാധനത്തിലിട്ട് വെച്ചു. ആവശ്യമില്ലാത്ത എഴുതി തീർന്ന ഡയറികളും അങ്ങനെയുള്ള കാര്യങ്ങൾ മുകളിൽ വെച്ചു. പിന്നെ അധികം യൂസ് ഇല്ലാത്ത ബാഗുകൾ. ഇത് കിത്തുവിൻ്റെ ക്രാഫ്റ്റിൻ്റെ ഒരു ബോക്സാണ്. അതായത് അവളുടെ ചെറിയ ചെറിയ ഐറ്റംസ്, ബ്രേസ്ലെറ്റ് കിറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിലാണ്. അതിന് എവിടെ വെക്കണ്ടേ, ഇവിടെ വെക്കണോ എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുകയായിരുന്നു ഞാൻ. വന്ന് ചോദിച്ചിട്ടാവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ഷെൽഫ് എപ്പോഴും കാണുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ എപ്പോഴും ഡെയിലി ബേസിസിൽ ഒതുക്കി വെക്കാറുണ്ട്, അവരോട് പറയാറുമുണ്ട് കേട്ടോ. ഈ ഒരു ഷെൽഫായിരുന്നു പെൻഡിങ് ഉണ്ടായിരുന്നത്, അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയും നമുക്കവിടെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്താനുണ്ട്. അങ്ങനെ നമ്മൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അത്യാവശ്യം ഒരു 75 to 80% ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. പിന്നെ ഒതുക്കി വെക്കലല്ല കാര്യം, മെയിൻ്റനൻസിലാണ് കാര്യം. ഈ ഒരു എക്സാം പാഡ് കണ്ടില്ലേ, ട്രാൻസ്പെറൻറ്റ് സംഭവമായിരുന്നു. അത് ആ ക്ലേ ഇട്ട് കുഴച്ച് അത് ഈ ഒരു പരുവത്തിലാക്കി. ഇനിയിപ്പോൾ ഈ ഒരു പണിയും കൂടി എനിക്ക് ബാക്കിയുണ്ട്. ഇതൊന്ന് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം. പിന്നെ നമ്മുടെ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഈ ഹുക്കുകളില്ലേ, ഇത് നല്ല യൂസ്ഫുള്ളാട്ടോ. അത് ഞാൻ ഇവരുടെ ഡോറിൻ്റെ ബാക്കിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം ബാഗുകളൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു കണ്ടൻറ് എന്ന് പറയണത്. നമ്മളൊന്ന് ഒതുക്കി വെച്ചു, റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി, നല്ല ഭംഗിയാക്കി. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ലൈറ്റിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ കേട്ടോ. ബാക്കി വൈറ്റ് ലൈറ്റിന് കിട്ടുന്നതിനെക്കാട്ടി വാം ലൈറ്റാണ് എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം. അങ്ങനെ റൂമും വീടും ഫുള്ളായിട്ടൊന്ന് ഒതുക്കി വെച്ചാൽ തന്നെ നമുക്ക് ഒരു ഭയങ്കര സന്തോഷം കിട്ടും. അങ്ങനെ ഈ റെയർ ലവ് കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഇത് നിത്തുവിൻ്റെ ബർത്ത്ഡേയുടെ മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതിലാണ് നിത്തുവിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച ഡ്രസ്സൊക്കെ വെച്ചിട്ടുള്ളത്. ബർത്ത്ഡേ ഫസ്റ്റ് വന്നതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഫസ്റ്റ് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം.